കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കുവാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജനം പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ച് കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരിപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സ്വാന്തനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കുവാൻ ഒരാട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയുമാണ്. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിലേറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, തപസ് കാലത്തിലെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. ലൂക്കായുടെ സുവിശേഷം തന്നെ അറിയപ്പെടുന്നത് തന്നെ കരുണയുടെ സുവിശേഷം എന്ന പേരിലാണ്. കരുണയുടെ സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്ന സുവിശേഷത്തിന്റെ 15-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന് മനുഷ്യവംശത്തോടുള്ള വലിയ കരുണ കൃത്യമായിട്ടും ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്. ഈശോയുടെ ജീവിത ശൈലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, വചനത്തിലൂടെ കാണാൻ പറ്റുന്നൊരു കാര്യം, ഒത്തിരിയേറെ ഉപമകളിലൂടെ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് കാണാൻ പറ്റും. ഓരോ ഉപമയും വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ, ഇന്നത്തെ പോലത്തെ സൂപ്പർമാൻ്റെയോ ബാറ്റ്മാൻ്റെയോ ഉപമകളും കഥകളും ഒന്നുമല്ല. അതിനേക്കാൾ ഉപരിയായി നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ ഈശോ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. അവിടെ ഒത്തിരിയേറെ ആളുകൾ ഈശോയുടെ വചനം കേൾക്കാനായിട്ട് ഈശോയുടെ അടുക്കലേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്നൊരു പ്രത്യേകത, എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്ന രീതിയിൽ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനെ എല്ലാവരുടെ മുമ്പിൽ ഈശോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ
ആ ഒരു സുവിശേഷം കേൾക്കുവാനും ഈശോയുടെ പ്രബോധനങ്ങളിലൂടെ ഒത്തിരിയേറെ സ്വാതന്ത്ര്യം ലഭിക്കുവാനുമായിട്ട് ഒത്തിരിയേറെ ആളുകൾ കടന്നു വന്നു. പാപികളും ചുങ്കക്കാരുമായിട്ടുള്ള ഒത്തിരിയേറെ ആളുകൾ ഈശോയുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് തന്നെ ഒരു വലിയ ഒരു സ്വാതന്ത്ര്യമായിരുന്നു. അവരെയൊക്കെ നോക്കിയിട്ട് ഈശോ ഒത്തിരിയേറെ പ്രബോധനങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ഇഷ്ടപ്പെടാത്ത, അത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു കൂട്ടം ആളുകളും ഉണ്ടായിരുന്നു. എല്ലാവരോടുമായിട്ട് ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്, ഒരുവന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞുകൊണ്ട് ഈശോ അപ്രകാരം ആ ഉപമയിലേക്ക് കടക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണാതെ പോയ ആടിൻ്റെ ഉപമയോടുകൂടെ ഈശോ ആരംഭിക്കുന്നുണ്ട്. കാണാതെ പോയ ആടിൻ്റെ ഉപമ, അതിനുശേഷം കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് കാണാതെ പോയ മകൻ്റെ ഉപമയാണ്. പക്ഷെ ഇവിടെ ഈശോ സുവിശേഷകൻ പറയുന്നത് കാണാതെ ധൂർത്തപുത്രനായ ധൂർത്തപുത്രൻ്റെ ഉപമ എന്ന പേരിൽ എന്തറിയപ്പെടുക. പ്രിയപ്പെട്ടവർ, ഈ ഒരു വചനഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ 2 മക്കളുടെയും സ്വഭാവം അത് പലപ്പോഴും ഇന്നുമൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എടുത്തു കാണിക്കുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. ഇളയ മകൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കൊതിച്ചതും പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ആ ഒരു പരിഗണനയും അല്ലെങ്കിൽ ആ ഒരു പരിപാലനയിൽ നിന്നൊക്കെ മാറി ഒത്തിരി സ്വാതന്ത്ര്യത്തോടെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ അവന് പിതാവിനോട് പറയുന്ന കാര്യമാണ്, എൻ്റെ സ്വത്ത് എനിക്ക് തരിക, എൻ്റെ സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ എനിക്ക് തരിക, ഞാൻ അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഒരു വലിയ കോൺഫിഡൻസൊക്കെ ആയിട്ടാണ് അദ്ദേഹം ആ ഇളയ മകൻ പിതാവിൻ്റെ അടുക്കലേക്ക് വരിക. ഒരു യഹൂദ സമ്പ്രദായത്തിൽ പിതാവിൻ്റെ കാലശേഷം മാത്രമാണ് സ്വത്ത് കാര്യങ്ങളെല്ലാം ഭാഗം ചെയ്യുക. ആ ഇളയ മകൻ ചെന്ന് പിതാവിനോട് പറയുകയാണ്, എൻ്റെ സ്വത്ത് എനിക്ക് തരിക എന്ന് പിതാവിനോട് ചോദിക്കുമ്പോൾ ആ ഒരു പിതാവിനെ മരിച്ചവന് തുല്യനായി കണക്കാക്കിക്കൊണ്ടാണ് ഈ ഇളയ മകൻ സ്വത്തുകളെല്ലാം മേടിക്കും. അങ്ങനെ മേടിച്ചുകൊണ്ട് അവൻ ദൂരദേശത്തേക്ക് പോകുന്നു. അവിടെ എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് പണം മുഴുവൻ നഷ്ടമായത് എന്നൊന്നും കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു ഉപമയിലൂടെ പറഞ്ഞു വെക്കുന്ന കാര്യം, ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു വ്യക്തിയെ അവിടെ കാണിച്ചു തരികയാണ്. ഇന്ന് നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ ആളുകളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, എന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ല, എൻ്റെ ജീവിതത്തിൽ യാതൊരു രീതിയിലുള്ള ഒരു നിബന്ധനകളോ ഒന്നുമില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഇഷ്ടാനുസരണം എനിക്ക് ജീവിക്കണം. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരത് അതൊരു നല്ല രീതിയിലുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ അത് എപ്പോഴും അത് നമ്മളെ ആത്മീയമായിട്ട് വളർത്തും, അല്ലെങ്കിൽ അതൊരു വലിയ അസ്വസ്ഥതകളിലേക്ക് നയിക്കും. ഈ ഒരു മകൻ്റെ ജീവിതത്തിൽ അവൻ അപ്പൻ്റെ ആ ഒരു സ്നേഹത്തിൽ നിന്നും കരുതലിൽ നിന്നൊക്കെ മാറി അവന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പോകുന്നു. പക്ഷേ അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവന് പന്നിക്കൂട്ടത്തിലായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവനെല്ലാം നഷ്ടപ്പെട്ട് പന്നികളുടെ കൂടെയാണ്, പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും തിന്ന് അവന് രക്ഷപ്പെടാമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ അതുപോലും അവന് കിട്ടിയില്ല. അവൻ്റെ പരിതാപകരമായ അവസ്ഥയെയാണ് അവിടെ കാണിക്കുക. അവിടെ വെച്ച് അവന് സുബോധമുണ്ടാകുന്നു. അവൻ തീരുമാനമെടുക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ തിരിച്ചു വരും, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ തിരിച്ചു വരും. കാരണം എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ എല്ലാവർക്കും എല്ലാം ഉണ്ട്. ഈ ഒരു തിരിച്ചറിവായിരുന്നു ആ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ മുറവിളി കൂട്ടുന്ന സമയത്ത് പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എനിക്ക് വേണ്ടി ഒരു സ്നേഹം നൽകുന്ന, കരുതൽ നൽകുന്ന ഒരു പിതാവുണ്ട്. എനിക്കെല്ലാം തരുന്ന എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യം നഷ്ടപ്പെട്ടു പോകുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നത് 2ാമത്തെ മകൻ അപ്പൻ്റെ കൂടെ നടക്കുന്നവനാണ്. എല്ലാ രീതിയിലും അപ്പൻ്റെ കൂടെ നടക്കുന്നവൻ, എല്ലാ ജോലികളും ചെയ്ത് അപ്പനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മകൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ മകനെ അംഗീകരിക്കാൻ, അപ്പൻ്റെ മനോഭാവത്തിലേക്ക് വളരാൻ സാധിക്കാതെ പോയൊരു മകനാണ്. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, നിനക്ക് വേണ്ടി ഇത്രയും ജോലി ചെയ്തു, എനിക്ക് ആഘോഷിക്കാനായിട്ട് ഒരു കാളക്കുട്ടിയെ പോലും തന്നില്ല. അവൻ്റെ പരാതിയാണ്. പക്ഷേ അത് മാത്രമല്ല, അതിനേക്കാളും ഉപരിയായിട്ട് അവൻ പറഞ്ഞു വെക്കുന്നത് ഈ ധൂർത്തപുത്രൻ 2ാമത്തെ മകനെ കുറിച്ച്, അവൻ്റെ സഹോദരനാണെന്നിരിക്കെ പോലും അവനോട് പറയാൻ, നിന്റെ ഈ മകൻ ഒരു സഹോദരനെ കുറിച്ച് പറയുന്നതാണ്. അല്ലെ, എൻ്റെ സഹോദരൻ എന്ന് പറയുന്നേക്കാൾ ഉപരിയായിട്ട് നിന്റെ ഈ മകൻ എന്ന പേരിൽ അവനെ വിളിക്കുക. അവൻ പറയുന്ന കാര്യം, പിന്നെ ഉണ്ടായിരുന്ന കാശ് മുഴുവൻ ദൂർത്തടിച്ചു, വേശ്യകളോട് ചേർന്ന് ഈ കാശ് മുഴുവൻ ദൂർത്തടിച്ച് കളഞ്ഞു, എന്നിട്ട് അവൻ തിരിച്ചു വന്നേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു
മറ്റുള്ളവരെ അംഗീകരിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരു വലിയ മനോഭാവം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രണ്ട് വ്യക്തിത്വങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലുള്ള മനോഭാവങ്ങളുണ്ടാകും. മറ്റുള്ളവർ പാപം ചെയ്ത് തിരിച്ചു വന്നു, അല്ലെങ്കിൽ ജീവിതത്തിലൊരു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ട് തിരിച്ചു വരുമ്പോൾ അംഗീകരിക്കാൻ പോലും കൂട്ടാക്കാതെ മുഖം തിരിച്ചു കളയുന്ന അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈശോ പറഞ്ഞു വെക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ഇത്രമാത്രം സ്നേഹമുള്ളൊരു അപ്പൻ നിങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. ആ അപ്പൻ നിങ്ങളുടെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രണ്ടാമത്തെ മകൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയൊക്കെ ആയിരിക്കണം. രണ്ട് മകനും പിതാവായ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അപ്പൻ ഇറങ്ങി വന്ന് ഈ മകനോട് സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഇത്രമാത്രം സ്നേഹമുള്ളൊരു പിതാവിനെ ദൈവം പരിചയപ്പെടുത്തുന്നു. ഈശോ പരിചയപ്പെടുത്തുമ്പോൾ അതിലൂടെ സ്വർഗസ്ഥനായ പിതാവ് ഇത്രപോലെ നിങ്ങളെ സ്നേഹിക്കുന്നവനാണ്. നിന്റെ തിരിച്ചു വരവില് നിന്റെ ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് ആഗ്രഹത്തോടെ നീ നിന്റെ പാപം വെടിഞ്ഞ് വീണ്ടും തിരിച്ചു വരുമ്പോൾ നിന്നെ കരുണയോടെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഈ ഒരു വലിയ സന്ദേശം ദൈവം തരാൻ വേണ്ടി ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അവനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ അറിയുക എന്നതാണ്. ആ ദൈവത്തെ എന്തുമാത്രം നമ്മൾ അറിയാനായിട്ട് പരിശ്രമിക്കുന്നു, അത്രമാത്രം നമ്മുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഇന്ന് പലപ്പോഴും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാനും സ്നേഹിക്കാനും ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യമൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കാതെ പോകുന്നത് ഇത്രമാത്രം സ്നേഹം ചൊരിയുന്ന, കരുണ കാണിക്കുന്ന ദൈവത്തെ നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വചനത്തിലൂടെ ദൈവം നമുക്ക് തരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഇത്രമാത്രം സ്നേഹിക്കുന്ന, ഇത്രമാത്രം കരുണ കാണിക്കുന്ന, നിന്റെ ജീവനെ ഇത്രമാത്രം വിലമതിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തെ അറിയാനും അനുഭവിക്കുവാനുമായിട്ട് നീ തീരുമാനമെടുക്കുക. അതുകൊണ്ടാണ് ഇന്ന് വായിച്ചു കേട്ട രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സഹോദരരെ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അതായത് ഇനി അവരുടെ പഴയ ജീവിത ശൈലികൾ മാറ്റിവെച്ച് ഒരു പുതു സൃഷ്ടിയായിട്ട് മാറേണ്ട വ്യക്തിയാണ്. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ പൗലോസ്ലീഹ പറയുന്ന കാര്യം ഇതാണ്: ഇനി ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. കാരണം അപ്രകാരം പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളോ എൻ്റെ ഇച്ഛകളോ എൻ്റെ സ്വാർത്ഥപരമായ കാര്യങ്ങളോ ഒന്നുമല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാനൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ആ പിതാവിൻ്റെ, സ്നേഹനിധിയായ പിതാവിൻ്റെ മനോഭാവത്തിലേക്ക് വളരാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഇന്ന് വചനഭാഗം നമുക്ക് തരിക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും പലപ്പോഴും കുറവുകളും വീഴ്ചകളും ബലഹീനതകളും നമ്മൾ ഒത്തിരി പ്രാവശ്യം വീണുപോയിട്ടുണ്ടാകും. പാപത്തിൻ്റെ വഴികളിലൂടെ ചരിച്ചിട്ടുണ്ടാകും. പാപത്തിൽ തന്നെ നിലകൊള്ളുന്ന സാഹചര്യം, പാപത്തെ ഏറെ സ്നേഹിച്ചുകൊണ്ട് പാപത്തിൻ്റെ ആ ഒരു അവസ്ഥകളിൽ ജീവിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ഉപരിയായി മാനുഷിക ബലഹീനതകളിൽ വീണു പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ പാപത്തെ വെടിഞ്ഞ് വീണ്ടും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മളെ പ്രതി സന്തോഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ ഒരു വലിയ ബോധ്യം നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. അതിന് വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് യാചിക്കാം. ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.